ഏവർക്കും നമസ്കാരം. പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ എന്ന് പറയുന്ന ഒരു ആദിവാസി കോളനിയിൽ അവിടെ നിലവിലിപ്പോ അവിടുത്തെ ജീവിത സാഹചര്യം, അവിടുത്തെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത സാഹചര്യത്തെ കുറിച്ചൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ജാതി സെൻസസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിലവിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരിന്റെ ഒക്കെ ഇടപെടലും അല്ലെങ്കിൽ കേരളത്തിന്റെ സമൂഹത്തിന്റെ ഉയർച്ച താഴ്ചകളൊക്കെ പരിശോധിക്കുന്ന ഒരു സമയമാണ് ഈ അടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇതുപോലെയുള്ള അഴിമതി എന്ന് പറയാൻ പറ്റില്ല, സത്യത്തിൽ ഇതൊരു വഞ്ചന എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് കാണിക്കുന്ന രീതിയിലാണ് വാർത്ത. ഞാൻ ആ ഒരു വീഡിയോയിലേക്ക്, ആ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിലേക്ക് ഒന്ന് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ദുരിതം പേറി പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ആദിവാസി കുടുംബങ്ങൾ. നെടുമ്പാറയ്ക്ക് സമീപം ജയം ഉന്നതിയിലെ മലസർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കുടുംബങ്ങളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. കേരളത്തിലുള്ളവരല്ലെന്ന് കാട്ടിയാണ് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത്. എന്നാൽ ഉന്നതിയിലുള്ളവർക്ക് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. ജാതി സർട്ടിഫിക്കറ്റ് മാത്രം സർക്കാർ അനുവദിക്കുന്നില്ല. ഓലമേഞ്ഞ കുടിലുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ അവകാശങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു. അതായത് ഇത്രയും വലിയ ഒരു അനാസ്ഥ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ആ സമൂഹത്തെ പരിഗണിക്കാത്ത ഒരു വിഷയം സത്യം പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അവർ അനുഭവിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായി, കഴിഞ്ഞ 7-8 വർഷമായിട്ട് LDF സർക്കാർ ഇവിടെ വലിയ രീതിയിലുള്ള പോസ്റ്റർ ക്യാമ്പയിനുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ആ ജില്ലകളിലൊക്കെ എന്താണ് പ്രശ്നങ്ങൾ, അത് പഠിക്കാനായിട്ട് വേണ്ട അവലോകന യോഗങ്ങളൊക്കെ നടന്നു പോകുന്ന സമയത്ത് തന്നെയാണ് ഇതുപോലെയുള്ള മനുഷ്യരുടെ ദുരവസ്ഥകൾ നമ്മൾ അറിയുന്നത്. ഇനി ഞാൻ ഇന്ന് വി വാസവന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത്, സത്യം പറഞ്ഞാൽ ഈ വാസവനെ പോലെയുള്ള മന്ത്രിമാരൊക്കെ ഓക്കെ, അവർ പാർട്ടിയിലെ വലിയ നേതാക്കളായിരിക്കാം, അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഡോക്യുമെന്ററി അല്ലെങ്കിൽ പിണറായി വിജയനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള, വെള്ളയടിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു നിരാശ തോന്നുന്നത്. വി വാസവന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോ നമുക്ക് ജസ്റ്റ് ശ്രദ്ധിക്കാം. ഈ മണ്ണാണ് പകരക്കാരനില്ലാത്ത മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു നേതാവിന് ജന്മം നൽകിയത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരമൊരുക്കിയ നേതാവ്. കേരള ജനത കണ്ടറിയുകയോ കാണാതിരിക്കുകയോ എന്നുള്ള ഒന്നുമല്ല നമുക്കിവിടെ വിഷയം. നമുക്കിവിടെ LDF ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി ഒരു പക്ഷേ BJP വന്നാലും ശരി, ഇതുപോലെയുള്ള മനുഷ്യരുടെ ദുരവസ്ഥ എന്ന് പറയുന്ന മാത്രം നമ്മൾ അങ്ങനെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരു കാര്യമില്ല. നോക്കിയേ, ഇത്രയും വലിയ ആ ഒരു കുടുംബങ്ങളുടെ ഒരു ജീവിത സാഹചര്യം നമുക്ക് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദിവാസി വിഭാഗത്തോട് സർക്കാരും അധികാരികളും കാണിക്കുന്ന വിവേചനം കൃത്യമായി കാണണമെങ്കിൽ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലേക്ക് എത്തണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊഴിഞ്ഞാമ്പാറയ്ക്ക് അടുത്തുള്ള നെടുമ്പാറയ്ക്ക് സമീപത്തുള്ള ജയം എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയിലാണ്. ഈ ഓല കൊണ്ടുണ്ടാക്കിയ കുടിലുകൾക്കകത്താണ് മലസർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത്. ഒരു വർഷം മുമ്പ് ഇവരുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ടർ തന്നെ വാർത്തയാക്കിയതാണ്. ജാതി സർട്ടിഫിക്കറ്റ് അധികാരികൾ കൊടുക്കാത്തതാണ് മലസർ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ കാണുന്ന കുടിലുകൾക്കകത്താണ് ഈ മലസർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും താമസിക്കുന്നത്. ഇവർക്ക് ആർക്കും തന്നെ യാതൊരു ആനുകൂല്യം ലഭിക്കുന്നില്ല. ചികിത്സാ ആനുകൂല്യമില്ല, വിദ്യാഭ്യാസ ആനുകൂല്യമില്ല, സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനത്തിൽ താമസിക്കാനുള്ള യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും ഈ മലസർ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി വിഭാഗത്തിൽ ലഭിക്കുന്നില്ല. ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ ചേരുന്നുണ്ട്. ചേച്ചി, ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ പേരെന്താ? അവർക്ക് ഈ ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല. എന്താ കാരണം പറയുന്നത്? അവർക്ക് തന്നില്ല. അവർ എവിടെയോ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അത് തന്നില്ല. നമ്മൾ ഈ ഒരു വിഷയം ഇത് മാത്രമല്ല, നമ്മളിപ്പോ ജസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്ന ഇത് ഇന്നത്തെ വിഷയമാണ്. ഇത് ഇന്ന് നടന്ന ഇന്നത്തെ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തയാണ്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഉന്നതി പോലെയുള്ള പട്ടികജാതി പട്ടികവർഗ വികസന ലക്ഷ്യമായിട്ട് ഇറങ്ങുന്ന ഓരോ ലക്ഷ്യങ്ങളും ഇത് പോസ്റ്ററിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പോസ്റ്ററിൽ അടിച്ചു വെച്ചിട്ട് റോഡുകളിലൊക്കെ നിരത്തി വെച്ച് മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി ചെയ്തു വരുന്നതാണ് എന്നതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഉള്ളിൽ തന്നെ പട്ടികജാതി MLA-മാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ നിയന്ത്രണവും ചുമതലകളും ഉള്ള ഒരു മുഖ്യമന്ത്രി അദ്ദേഹം കാണിക്കുന്ന എല്ലാ ഘടകാര്യസ്ഥതയ്ക്കും അതിനൊരു മറയിടുന്ന രീതിയിലാണ് ഇപ്പൊ ഈ വീഡിയോ. അതായത് കക്ഷിയുടെ പേരിൽ ഒരു സിനിമ, അതായത് മോഹൻലാല് മമ്മൂട്ടിയൊക്കെ സിനിമയിൽ കാണിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് ഓരോ മന്ത്രിമാർ ഷെയർ ചെയ്യുന്നത്. MLA-മാരായാലും അവർക്കൊക്കെ അത് ഷെയർ ചെയ്യാനുള്ള ചുമതല കൊടുത്തിരിക്കുകയാണ് അവരുടെ പോസ്റ്ററിൽ തന്നെ. സാധാരണ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയാലും ശരി, അവരെയൊക്കെ ഭരണ വിധിയൊക്കെ
ഒന്ന് അവലോകനം ചെയ്ത് അതിനൊരു പ്രത്യേക രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് ജനങ്ങളാണ് അത് ചെയ്യേണ്ടത്. പാർട്ടിയെ തന്നെ സ്വയം പുകഴ്ത്തുന്ന രീതിയിലാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് ഒന്നുകൂടെ കാണാം. പകരക്കാരനില്ലാത്ത ഒരേ ഒരു നേതാവ്, സഖാവ് പിണറായി വിജയൻ. ജന്മം കൊണ്ട് തീർത്തും സാധാരണക്കാരൻ, കർമ്മം കൊണ്ട് പ്രതിസന്ധികളെ കൂസലില്ലാതെ മറികടക്കുന്ന കേരള ജനതയുടെ ആശ്വാസവും ആവേശവുമായ നേതാവ്. എല്ലാ രീതിയിലും ആശ്വാസവും ഊർജവും ഒക്കെ ആണെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ഈ രീതിയിലുള്ള അഴിമതി അല്ലെങ്കിൽ കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സമൂഹത്തെ എന്തുകൊണ്ട് ഇവർ അവഗണിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ജനം മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ EWS പോലെയുള്ള സംവരണം, അതായത് സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ഗ്രാന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അത് തന്നെ ബജറ്റുമായിട്ട് ഇപ്പൊ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലേക്ക് വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതിനൊപ്പമാണ് പിണറായി വിജയനെ ബൂസ്റ്റ് ചെയ്യുന്ന അവർക്കുള്ള ആ പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ ഈ രീതിയിൽ ക്യാമ്പയിൻ നടത്തുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നത്. പോരാട്ടം യാതൊരു ഫലം കാണാതെ പോവുകയാണ്. മാറി വരുന്ന സർക്കാരുകൾ ശരിയായിട്ട് പറഞ്ഞെങ്കിൽ ഈ സമൂഹത്തോട് കാണിക്കുന്ന അവഗണനയാണെന്ന് നാം പറയാം. ഇവർക്കൊന്നും ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല. ജാതി സർട്ടിഫിക്കറ്റ് എന്താണ് കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ അവർ തമിഴ് സംസാരിക്കുന്നത് കൊണ്ടാണ്. തമിഴ് സംസാരിക്കുന്നത് കൊണ്ട് ഇവർ കേരളത്തുകാരുള്ള തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു. ഞാനടക്കം തമിഴ് സംസാരിക്കുന്ന ഒരാളാണ്. പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിൽ കാലം കഴിഞ്ഞ് ഇവിടെ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ്. തമിഴ്നാട്ടുകാരോ കേരളക്കാരോ തമിഴ്നാട്ടുകാരാണെന്ന് പറഞ്ഞു. അങ്ങനെ തമിഴ്നാട്ടുകാരെങ്കിൽ ഇവർക്ക് കേരളത്തിൽ വോട്ടിടാനുള്ള അവകാശം കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും വോട്ട് കൊടുക്കുന്നുണ്ട്. അതേ സമയത്തിൽ റേഷൻ കാർഡ് കൊടുക്കുന്നില്ല, ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. ഇതാണ് ഈ വീടിന്റെ അവസ്ഥ. ഒരേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പാലക്കാട് തന്നെ ജീവിക്കുന്ന മനുഷ്യരാണല്ലോ അവിടുത്തെ പാലക്കാട് അഗ്രഹാരങ്ങളിൽ താമസിക്കുന്ന തമിഴ് ബ്രാഹ്മണർ. അവർ സംസാരിക്കുന്ന തമിഴാണ്. അപ്പൊ അവർക്ക് സാമ്പത്തിക സംവരണം അനുവദിച്ച സർക്കാരാണ്. ഈ സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ അധികാരം വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ്, ഓക്കെ. പക്ഷെ ഇവരുടെ റേഷൻ കാർഡ് ആയാലും ശരി, ഇവരുടെ ജാതി സർട്ടിഫിക്കറ്റ് ആയാലും ശരി, ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നതെന്ന് മനസ്സിലാവുന്നത്? സത്യമായ വിഷമം വരുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം, ആ വീടും ആ ഒരു ചുറ്റുപാടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, തൊഴിൽ എങ്ങനെയായിരിക്കും, അവരുടെ ഓരോ ദിവസങ്ങൾ എങ്ങനെ, പെൺകുട്ടികൾ, അതായത് 17, 18 വയസ്സുള്ള പെൺകുട്ടികളുണ്ട്, അവരുടെയൊക്കെ ജീവിത സാഹചര്യം എങ്ങനെയായിരിക്കും, എന്താണ് നിങ്ങൾ ഈ ഒരു സമൂഹത്തിന് ഈ രീതിയിലാണ് നിങ്ങൾ സുരക്ഷ നൽകുന്നത്? എന്നിട്ട് ഈ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ടുള്ള വീഡിയോസ് ഇറക്കിയിട്ട് മനുഷ്യനെ കളിയാക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ. ആ നേതൃപാടവം സ്വന്തം മുഷ്ടിക്കുള്ളിൽ ഒതുക്കിയത് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ കനൽപാതയിലൂടെ ഉറച്ച മനസ്സും പതറാത്ത കാൽവയ്പുമായി ജനമനസ്സിനൊപ്പം വിശ്വാസം കൊടുത്തും നേടിയും നടത്തിയ സ്വതസിദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്. ഇടറാത്ത പതറാത്ത നെറിയുള്ള വാക്ക്, അതാണ് സഖാവ് പിണറായി വിജയൻ. സത്യത്തിൽ ഇവരുടെ ചുമതല എന്താണെന്ന് വെച്ചാല് വാടക കൊലയാളികളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വക്കീലന്മാർക്ക് കാശ് ചെലവാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തില് കൊന്നു തള്ളുന്ന പെൺകുട്ടികൾ, അതായത് ഇപ്പൊ വാളയാർ കൊലപാതകം പോലെ, മധുവിനെ പോലെയുള്ള ആ പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിൽ ബജറ്റ്, അതായത് നമ്മൾക്ക് കൊടുക്കുന്ന നികുതി പണം എടുത്ത് ആ പണം കൊണ്ട് വക്കീലന്മാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളും പോലീസുകാർക്കുള്ള കൈക്കൂലി, ഇത് അതിനൊപ്പം തന്നെ പോസ്റ്റർ ക്യാമ്പയിനിങ് ആയാലും, അതായത് കോടിക്കണക്കിന് രൂപയാണ് റോഡിൽ വെക്കാനായിട്ട് പോസ്റ്റർ, പിണറായിയുടെ പോസ്റ്റർ വയ്ക്കാനായിട്ട് അടിച്ചിറങ്ങുന്നത്. ഇതിന്റെ ഒരു അംശം നിങ്ങൾക്ക് ചെലവാവില്ല ഈ വിധ കുടുംബങ്ങളെ ഒന്ന് കരകയറ്റാൻ. ഒരു വീട്, അല്ലെങ്കിൽ അവർക്കുള്ള ജാതി സർട്ടിഫിക്കറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റേഷൻ കാർഡ്, ഇതൊക്കെയാണ് ഞങ്ങൾ തരുന്ന, എന്നെ പോലെയുള്ള മനുഷ്യർ തരുന്ന ടാക്സിൽ നിന്ന് എടുത്ത് നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ സ്വന്തം പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ എട്ടുതാരി പണയം വെക്കാനൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യരെ എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത്? ഈ ചാനൽ അവിടെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ അവിടെ ചെന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലെ, അല്ലെങ്കിൽ മറ്റുള്ള ഏത് മനോരമയാവട്ടെ, ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന റിപ്പോർട്ടർ ചെയ്യുന്ന ഈ ചാനലുകൾ ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആണ് നമുക്ക് മനസ്സിലാവാത്തത്. പക്ഷെ നിങ്ങൾക്ക് സ്വന്തം പാർട്ടിയെ ബൂസ്റ്റ് ചെയ്യുന്ന വീഡിയോസും
അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോസ്റ്റർ ക്യാമ്പയിനുകൾ നിങ്ങൾക്ക് നടത്താം. പക്ഷെ ഈ പാവങ്ങളെ നിങ്ങൾ ഈ രീതിയിൽ കാണിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കത്തില്ല. എന്ന് പറയുന്നത് ഒറ്റ മുറി മാത്രമുള്ള വെള്ളങ്കിരി എന്ന് പറയുന്ന ഈ ജയം ഉന്നതിയിൽ താമസിക്കുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടുള്ള മലസർ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുടെ വീടാണ്. ഈ മുറിക്കകത്ത് തന്നെയാണ് അവരുടെ കിടത്തവും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ തൊട്ട് സമീപമുള്ള കൗണ്ടർമാരുടെ പറമ്പുകളിൽ പോയി പണിയെടുത്ത് കൊണ്ടുവരുന്ന പണം കൊണ്ട് മാത്രം അവർ ജീവിച്ചു പോവുകയാണ്. അവർക്ക് അവരുടെ മക്കൾക്ക് കൃത്യമായി വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, അവർക്ക് കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഈ വെള്ളങ്കിരിക്ക് തന്നെ 2 മക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവർക്ക് ഇവരുടെ അവകാശപ്പെട്ടിട്ടുള്ള ഇവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് അധികാരികൾ നൽകണം. ആ ജാതി സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ പിന്നീട് ഇവർക്ക് ഇത്തരത്തിലൊരു ദുരിതം പേറി ഇത്തരത്തിൽ ഈ ഓല കുടിലുകളിൽ താമസിക്കേണ്ട ഒരു ഗതി ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചോദിക്കുന്ന പത്രപ്രവർത്തകർക്ക് മുന്നിൽ പിണറായി വിജയൻ പറയുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടത് എന്റെ ചോരയാണ്, ആ ചോരയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര കടന്ന് അലഞ്ഞാലും എനിക്ക് എന്നിൽ നിന്നത് കിട്ടുകയില്ല. ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങളാണ് പറയുക. അതായത് സ്വന്തം മകള് കേരളത്തിൽ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് പോലും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അതിന് ഇടയ്ക്ക് തന്നെയാണ് ഇതുപോലെയുള്ള തള്ളുകൾ വരുന്നത്. ഇത് സാധാരണ പറയാറില്ലേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടു. ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഇനി അങ്ങോട്ടുമുള്ളത്. അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഭൂമിയിൽ കുരുത്ത സ്വപ്നങ്ങൾക്ക് ആകാശം തുറന്നു തന്ന നേതാവിന്റെ കുട്ടിക്കാലം പ്രതിസന്ധികളോട് സന്ധിയില്ലാതെ പൊരുതിയ ജീവിത സമരം തന്നെയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പച്ചപ്പണിഞ്ഞ പിണറായി ഗ്രാമത്തിൽ 1945 മെയ് 24 മുണ്ടയിൽ കോരന്റെയും ആലക്കാട്ട് കല്യാണിയുടെയും ഈ ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് കേരള മുഖ്യമന്ത്രി ഇത് പറയുന്ന ഒരു സ്ഥാനം വെച്ചല്ല അദ്ദേഹത്തെ ആ വീഡിയോയിൽ ഫുൾ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ പാർട്ടിയെ വളർത്തിയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി വളർന്നു വരുന്ന സമയം തൊട്ടുള്ള ഓരോ വ്യക്തികളെയും, അത് സുഹൃത്തുക്കളുണ്ട്, സ്കൂളിൽ പഠിച്ച ടീച്ചർമാരുണ്ട്, ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് അതിൽ കൂടുതലും എടുത്ത് കാണിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന സംഭാഷണങ്ങളും പാർട്ടി ഒരു ഉന്നത സ്ഥാനത്തിച്ച ഒരു പിണറായി വിജയനാണ് ആ പാർട്ടിക്കുള്ളിൽ ആ വീഡിയോക്കുള്ളിൽ കാണിക്കുന്നത്. ഏതായാലും ഇവർക്ക് ഇവരുടെ അവകാശപ്പെട്ടിട്ടുള്ള ഇവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് അധികാരികൾ നൽകണം. ആ ജാതി സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ പിന്നീട് ഇവർക്ക് ഇത്തരത്തിലൊരു ദുരിതം പേറി ഇത്തരത്തിൽ ഈ ഓല കുടിലുകളിൽ താമസിക്കേണ്ട ഒരു ഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ മക്കൾക്കെല്ലാം കൃത്യമായി അവർക്ക് അവകാശപ്പെട്ടുള്ള ജോലിയും വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും ചികിത്സ ലഭിക്കുന്നതും ഈ കുടുംബങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടി എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങൾ അവകാശപ്പെടുന്ന ജാതി സർട്ടിഫിക്കറ്റ് അത് സർക്കാർ നൽകുക തന്നെ വേണം. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്. നമുക്കിതെന്തിനാണ്, നമുക്കിത് കാണിച്ചിട്ട് നമ്മളെന്തിനാണ് ഇങ്ങനെ വിഡ്ഢിയാക്കുന്നതാണ് ഈ പാർട്ടിയോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കുന്ന ചോദ്യത്തിന് പാർട്ടിയെ വളർത്തിയതും പാർട്ടിക്ക് വേണ്ടി ചോര ചിന്തിയതും അല്ലെങ്കിൽ പടവാളെടുത്തതും യുദ്ധം ചെയ്തതിന്റെ കഥകളല്ല നമുക്ക് വേണ്ടത്. ഇതുപോലെയുള്ള പാവങ്ങൾക്ക് അവർക്ക് റേഷൻ കാർഡ് ആവട്ടെ, അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് ആവട്ടെ, അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിഹരിക്കുന്ന ഒരു വാർത്ത മാത്രം നമുക്ക് കണ്ടാൽ മതി. ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സ്വന്തം പാർട്ടിയിൽ അല്ലെങ്കിൽ ആ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് രോമാഞ്ചം കൊള്ളാൻ വേണ്ടി മാത്രം കാണിച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം.